മാസ്റ്റർബേഷൻ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചില വ്യക്തികളൊക്കെ എത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുക, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മാസ്റ്റർബേഷൻ ഒരു അഡിക്ഷനാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, ഡോക്ടറെ ദിവസം 5-8 തവണ സ്വയംഭോഗം ചെയ്യും, പക്ഷേ എനിക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് നിയന്ത്രിക്കണമെന്ന്, പക്ഷേ സാധിക്കുന്നില്ല, ചെയ്തു പോകുന്നു. ഒരുതരം കമ്പൽസീവ് ബിഹേവിയർ മാതിരി. ഇതിനെ അഡിക്ഷൻ്റെ ഗണത്തിൽ പെടുത്താമോ, അഡിക്ഷൻ എന്നുള്ള ഒരു നിർവചനത്തിലേക്ക് പെടുത്താമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്ന് ലോകാരോഗ്യ സംഘടനയോ DSM-4 അല്ല DSM-5 ഒന്നും പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പൽസീവ് മാസ്റ്റർബേഷൻ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തിട്ട് ഈ അമിതമായി സ്വയംഭോഗം ചെയ്യുന്നത് നിർത്താനൊന്നും കഴിയില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഗൈഡൻസും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ പ്രശ്നത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ കഴിയും. ഇനി ഇവിടെ മാസ്റ്റർബേഷൻ തെറ്റാണോ ശരിയാണോ എന്നുള്ള ചോദ്യം ഉയരും. ഇത് ചെയ്യുന്നത് തെറ്റായതുകൊണ്ടാണോ? അങ്ങനെയല്ല. ഇവിടെ തെറ്റും ശരിയുമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പലതവണ ദിവസം സ്വയംഭോഗം ചെയ്യേണ്ടി വരുന്നു. ആ സ്വയംഭോഗം അയാളുടെ നിത്യജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളെ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തെ അല്ലെ തൊഴിലിനെ മറ്റു പലതിനെയും ബാധിക്കുന്നതുകൊണ്ട് സ്വയം അയാൾ തീരുമാനിക്കുകയാണ് എനിക്കിത് നിയന്ത്രിക്കണം. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നത്. അല്ലാതെ സ്വയംഭോഗം ഒരു തെറ്റോ പാപമോ ഒന്നുമല്ല. അത് 1-2 തവണ അല്ലെങ്കിൽ ചെയ്തു എന്ന് വെച്ചിട്ട് അതൊരു രോഗവും ആവുന്നില്ല, രോഗവുമായിട്ടും അതിനെ കാണുന്നില്ല. പക്ഷേ ചില വ്യക്തികൾക്ക് അതിന് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് വിവാഹശേഷം മാസങ്ങളായി സ്വയംഭോഗം ചെയ്യുന്നു എല്ലാ ദിവസവും, പക്ഷേ ഭാര്യയുമായിട്ടുള്ള സെക്സിൽ ഇടപെടുന്നില്ല. അവിടെ വിവാഹത്തിന് ശേഷം ഒരു ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഇടപെടാതെ അതിന് പകരം സ്വയംഭോഗത്തിൽ മാത്രം തൃപ്തി കണ്ടെത്തേണ്ടി വരുമ്പോൾ അത് ദാമ്പത്യ ജീവിതത്തെ പിടിച്ചുലയ്ക്കുകയും ആ ദാമ്പത്യം തകരാറിലേക്ക് നീങ്ങുകയും ചെയ്യും. അന്നേരം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് സ്വയം തോന്നുകയാണ്, ഞാൻ ഈ ചെയ്യുന്ന രീതികൾ ശരിയല്ല, എനിക്കിതൊന്നും മാറ്റിയെടുക്കണം എന്ന് ഉള്ള ആഗ്രഹത്തോടെ വരുന്ന വ്യക്തികളെയാണ് ഇവിടെ സഹായിക്കാൻ കഴിയുന്നത്.